ഒരു ലൈംഗിക അതിക്രമം എന്ന പേരിൽ ആര് കൊടുത്താലും അറസ്റ്റാണ്, FIR ഇടും. എല്ലാവർക്കും അറിയാലോ, നമ്മുടെ ബിജു സോമാനവും പിന്നെ SP ശ്രീകുമാറിന്റെയും വിഷയങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് ഞാൻ പറയാതെ അറിയാമല്ലോ. ഓക്കെ, ഈ വിഷയം നടന്നിട്ട് ഇത്രയും നാൾ അവർ സംസാരിക്കാതെ ഈ വന്നിട്ട് ബിജുവും SP-യും വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇന്നലെയായിരുന്നു ബിജു സോമാനത്തിന്റെ ഇന്റർവ്യൂ വന്നത്. നമുക്ക് എന്തായാലും ആ വീഡിയോയിലോട്ട് പോവാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ ഒരു ഉപ്പും മുളകും എന്ന് പറഞ്ഞാൽ തന്നെ 2015 തൊട്ട് തന്നെ ഒരു വേറെ ലെവലായിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്ന ഒരു നല്ലൊരു സീരിയലായിരുന്നു. ഇപ്പം പിന്നെ അതിനകത്തെ കുറെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരവും വിഷയങ്ങളും കാര്യമായി. പിന്നെ അവർ തന്നെ ഇപ്പം ആ സീരിയലിലോട്ട് അഭിനയിക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ല. അതിപ്പോൾ എല്ലാവരും അറിയാം. ഇപ്പം കേശു എന്ന് പറഞ്ഞ പയ്യൻ അവൻ ഉണ്ടോണ്ടാണ് ആ സീരിയൽ ഇപ്പോൾ പോവുക വരെ ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് ബിജു സോമാനത്തിന് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ട് നോക്കാം. പിന്നെ അറിയാലോ ഇത് ആരാ കൊടുത്തതെന്നൊക്കെ ഏകദേശം ആൾക്കാർക്കൊക്കെ മനസ്സിലായി കാണുമായിരിക്കാം. എന്തായാലും നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നൊരു സഭ്യതരൊക്കെ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതൊക്കെ അത് കാര്യമായിട്ട് എടുത്തില്ല, പക്ഷെ അതിൻ്റെ ഭാഗമാണോ ഇതെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ നേരത്തെ വന്ന കാര്യം ഞാൻ പറയാം. എന്തുകൊണ്ട് താമസിച്ചു? ഒരു ലൈംഗിക അതിക്രമം എന്ന പേരിൽ ആര് കൊടുത്താലും അറസ്റ്റാണ്, FIR ഇടും. ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും വർഷത്തെ എൻ്റെ കലാജീവിതത്തിനിടയിൽ ഫസ്റ്റ് ടൈമിൽ ഇത് വരുമ്പോൾ നമ്മൾ പേടിച്ചു പോകും. ഞാൻ മാത്രമല്ല, കുടുംബം പേടിക്കില്ലേ? എനിക്കൊരു മകളുണ്ട്, ഇത് കൊടുത്തൊരു സ്ത്രീയാണെന്നറിയാം. അപ്പോൾ എൻ്റെ ഭാര്യ സ്ത്രീയല്ലേ, മോള് സ്ത്രീയല്ലേ, അമ്മ, സഹോദരിമാർ, പിന്നെ എൻ്റെ ഫ്രണ്ട്സുകൾ എത്രയോ സ്ത്രീ പുരുഷന്മാരുണ്ട്. അപ്പോൾ അവരുടെ ഇടയിലൊക്കെ നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റും. കറക്റ്റ് കാര്യം തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെയൊക്കെ പേര് കൊണ്ടുപോയിട്ട് ഇപ്പം നല്ലതായാലും ചീത്തയായാലും ഓക്കെ, ഒരാൾ കൊണ്ട് കേസ് കൊടുക്കുവാണെങ്കിൽ ഡാനി ഇന്നൊരാളെ പീഡിപ്പിച്ചു, അല്ലെങ്കിൽ ഡാനി ഇന്നാളെ ഇതായിട്ട് ചെയ്തു, അങ്ങനെയൊക്കെയുള്ള കാര്യം പറയാം. ഓക്കെ, ഞാൻ നിരപരാധിയാണെങ്കിൽ പോലും നിങ്ങളൊന്ന് ആലോചിച്ച്, ഈ ന്യൂസ് സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ ഓക്കെ, ഞാൻ മോശക്കാരനാണെന്ന് കേൾക്കാൻ 100 ആൾക്കാരുണ്ട്. ചിലപ്പോൾ ഞാൻ നിരപരാധിയാണെങ്കിൽ അത് കേൾക്കാൻ ആൾക്കാർ കാണത്തില്ല. പറഞ്ഞു മനസ്സിലായി? ആ ഒരു സിറ്റുവേഷൻ കുറെ ആൾക്കാർക്ക് സത്യം മനസ്സിലാവും, കുറെ ആൾക്കാർ ആദ്യത്തെ ന്യൂസ് മാത്രം കണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, എല്ലാവർക്കും ന്യൂസ് കൊടുക്കാനും ഒക്കെ ഭയങ്കര കഴിവാണ്. ഓക്കെ, അവൻ തെറ്റുകാരനാണെന്ന് ചിലപ്പോൾ 5-6 ദിവസം വിളിച്ച് പറയും, പിന്നെ അവൻ നിരപരാധിയാണെന്ന് ഒറ്റ മനുഷ്യനും വിളിച്ച് പറയത്തില്ല. അഥവാ ആണെങ്കിൽ കോടതി തെളിഞ്ഞാലാണെങ്കിൽ പോലും, ഇവരാരും മീഡിയക്കാരാണെങ്കിൽ പോലും അത് പറയത്തില്ല. അത് അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ. ഓക്കെ, എന്തായാലും അദ്ദേഹത്തിന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്തായാലും അയാളെ അറസ്റ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കണം, അവിടെ എന്തോ ഒരു ഇതുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. സ്ത്രീ പീഡനം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ചിലപ്പോൾ നമ്മൾ ഉച്ച ചങ്ങാതിയാണെങ്കിൽ പോലും നമ്മളെ ചിലപ്പോൾ നമ്മളോടൊന്ന് മിണ്ടത്ത് പോലും കാണത്തില്ലായിരിക്കും പിന്നെയുള്ള സിറ്റുവേഷനിലാണെങ്കിൽ പോലും. കാരണം നമ്മൾ കൂടെ നിന്ന് ചിലപ്പോൾ അവന്മാർക്ക് ഒരു നാണക്കേടായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കുക, അവൻ നിരപരാധിയാണെന്ന് ഇപ്പൊ ഈ പറയുന്ന കൂട്ടുകാരൻ അറിയണമെങ്കിൽ പോലും ചിലവന്മാർ കൂടെ കാണത്തില്ല. ഓക്കെ, അദ്ദേഹം പറയുന്ന ബാക്കിയും കൂടെ ഒന്ന് അങ്ങനെ സംഭവം ഇല്ല, എനിക്കറിയാം. പക്ഷെ എനിക്ക് ഞാനിപ്പോൾ അലിയുടെ പറയണം, എനിക്ക് ഇങ്ങനൊരു സംഭവം ഇല്ല, ഡാലി വിശ്വസിക്കുമോ? ഇല്ല. അപ്പം അത് നമ്മൾ നിയമത്തിൻ്റെ വഴിയെ പോകണം. അപ്പം നിയമം അനുശാസിക്കുന്ന രീതിയിലും പറയുന്ന രീതിയിലും എനിക്ക് ജുഡീഷ്യലിൽ വിശ്വാസമുള്ളത് കൊണ്ട് അവർ പറയുന്ന പോലെ എനിക്ക് കേൾക്കാൻ പറ്റൂ. ആരെ ധരിപ്പിക്കാനാണ്? ഇപ്പം എന്നെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരുണ്ട്, അവർ വിചാരിക്കും അയ്യോ ബീച്ചേട്ട എന്തുകൊണ്ട് പറയാ, ഇല്ല ഇയാൾ ഇങ്ങനെ ചെയ്യൂ, ബീച്ചേട്ടാന്ന് പറയില്ല, ബാലു ഇങ്ങനെ ചെയ്യുമെന്ന്. അവർ ക്യാരക്ടർ പറയുള്ളൂ. അപ്പം എനിക്കിത് ഏറ്റയ്ക്കുന്നത് ബാലുവിനല്ല, ബിജു സോമാനത്തിനാണ് ഏറ്റത്. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ആ ബുദ്ധിപൂർവമായി ഈ ആവശ്യമില്ലാതെ വായിട്ട് അലയ്ക്കാതെ നിയമോപദേശം തേടുകയും എന്താണ് ചെയ്യേണ്ടത് കൃത്യമായ ഗൈഡൻസ് എനിക്ക് ഉണ്ടായിട്ട് തന്നെയാണ് ഞാൻ സംസാരിക്കാറുള്ളത്. ഇപ്പം സംസാരിക്കാൻ എനിക്ക് സമയമായി, ഇതിനെപ്പറ്റി സംസാരിക്കാം, അതിന് പരിധിയുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗിക അതിക്രമം. അപ്പം നമുക്ക് സൂക്ഷിച്ച് നോക്കിയാലോ, എത്ര മിനിറ്റ് ചടച്ചു നോക്കിയാലോ ഇപ്പൊ എന്താന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് മുൻഗണനയാണ് എന്തൊക്കെ വന്നാലും. ഇപ്പൊ നമ്മള് ഇല പെണ്ണും മുള്ളി വീണാലും മുള്ളു വന്ന ഇല വീണാലും ഇവിടെ ആണുങ്ങൾക്ക് കേടാ സത്യം പറഞ്ഞ. അത് അങ്ങനെ തന്നെയാണ്, ഇവിടെ സ്ത്രീകൾക്കാണ് മുൻഗണനയും കാര്യങ്ങളും ഒക്കെ. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇപ്പോഴത്തെ നമ്മൾ ഒരുപാട് ന്യൂസ് കേൾക്കുന്നുണ്ട്, അവൻ പീഡിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. എടാ, ഒരാളുടെ സമൂഹത്തോട് ഒരു കാര്യം ചെയ്തു, നിങ്ങൾ ഓരോ കേസിൽ വരണം. 12 വട്ടം പീഡിപ്പിച്ചു, 18 വട്ടം പീഡിപ്പിച്ചു, 20 വട്ടം പീഡിപ്പിച്ചു, 32കാരി അല്ലെങ്കിൽ 22കാരി അല്ലെങ്കിൽ 25കാരി ഇത്രയും വട്ടം പീഡിപ്പിച്ചു. സാധാരണ ഒരു പീഡനം നടക്കുകയാണെങ്കിൽ ഓക്കെ, ആ ഒരു കാര്യം അപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കേണ്ടവരെ അറിയിക്കുകയല്ലേ വേണ്ടത്. ഈ 32, 15, 16 ഒക്കെ കണക്കെന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സ്വന്തം സുഖവും സന്തോഷവും ഒക്കെ കണ്ടെല്ലാം കഴിഞ്ഞിട്ട് ഒരു പോയിന്റിൽ എത്തുമ്പോൾ അവർക്ക് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടാതെ ചില ആൾക്കാർ കൊടുക്കുകയൊക്കെ ചെയ്യും. ഇങ്ങനെ നടന്ന് കൊടുക്കുകയൊക്കെ ചെയ്ത് അവർക്ക് ചിലപ്പോൾ ഫണ്ടോ കാര്യങ്ങളോ ഒക്കെ കിട്ടാതെ വരുമ്പോൾ ചിലവരൊക്കെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞിട്ട് കൊണ്ടുവരും, നാണമില്ലാതെ കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യും. ഇതിൽ പെട്ടുപോകുന്ന ആരാ? അതാണ് ചോദിക്കുന്നത്. ഓക്കെ, ഫ്രണ്ട്സ് ആവാം, നല്ല റിലേഷനിൽ പോകുന്നതായിരിക്കാം, ചില കാര്യങ്ങൾ മതി. ചിലപ്പോൾ ഈ ഒരു ഈഗോ വിഷയത്തിലാണെങ്കിലും പോയി ചില ആൾക്കാർ ചെയ്യും, അത് അവസാനം ഒരു പീഡനമായി തീരും. എന്താ ഈ പീഡനം?
നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും. ഇന്ന് ഈ സമൂഹത്തിൽ നടക്കുന്നത് കൂടുതലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതത്തോടെ നടന്ന കാര്യം തന്നെ ആയിരിക്കും. അത് പിന്നീട് ഒരു വഴക്കിലാകുമ്പോൾ അത് പീഡനത്തിലോട്ടും പോവുകയും ചെയ്യും. പിന്നെ ചില തന്തയില്ലാത്ത പരിപാടി കാണിക്കുന്ന ചില അവന്മാരുണ്ട്. അവന്മാരെയൊക്കെ മുറിച്ചു ദൂരെ കളയണം. ആ സാധനമൊക്കെ അങ്ങ് വെട്ടി പട്ടിക്കിട്ട് കൊടുക്കണം അത്തമയ. കാരണം തുമ്പത്ത് ചൊറച്ചിൽ കൂടുമ്പോൾ പിടിച്ച് പെൺകുട്ടികളെ കാണിക്കുന്ന അവന്മാരുണ്ടല്ലോ, അവന്മാരെ ഇത് ചെയ്യണം. ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ട്രെയിൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ചേട്ടാ, ആ സമയത്ത് ഒരുത്തൻ സീറ്റ് ഉണ്ടായിട്ട് പോലും എൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നു, അവൻ വേറെ കണ്ണ് കിട്ടും നോക്കുന്നു. അതാകുമ്പോൾ അടുത്തിരിക്കുന്ന ഒരു ചേട്ടൻ പറഞ്ഞു, ദാ നിനക്ക് സീറ്റ് ഉണ്ടല്ലോ, പിന്നെന്താ നിനക്ക് അവിടെ ഇരുന്നെന്ന് വെച്ചാൽ അവർ വരട്ടെ, ആൾക്കാർ ഇടപെടാൻ തുടങ്ങി. നമ്മുടെ നാട്ടുകാർ ഇടപെടേണ്ടിടത്താണെങ്കിൽ ഇടപെടുകയും ചെയ്യണം. ഞാൻ ഈ കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, നമുക്കിനി ബാക്കിയും കൂടെ കേൾക്കാം. ഇത്ര സെക്കൻഡ് നോക്കിയാൽ പക്ഷേ ഈ ലൈംഗിക അതിക്രമത്തിനൊപ്പം ഇത് വീഡിയോയിൽ പകർത്തി എന്നുള്ളതാണ്. അങ്ങനെയാണ് കേസ്. അപ്പോൾ ഞാനിതൊക്കെ കണ്ട് നമ്മളെ ദിനത്തിലെ ഇന്നസെൻ്റ് എണ്ണപ്പോൾ ഇങ്ങനെ നിൽക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ധൈര്യമുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നതാണ്. കാരണം ഈ വീഡിയോ മൊബൈൽ ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ? ഇല്ല. അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഞാൻ കൈമാറി. അവരത് എൻ്റെ അകത്ത് നോക്കട്ടെ. ഡിലീറ്റ് ചെയ്താലും കണ്ടുപിടിക്കാം. ഡിലീറ്റ് എന്ത് ചെയ്താലും കണ്ടുപിടിക്കാം. അപ്പോൾ അത് വരട്ടെ. അപ്പോൾ അതിനോട് സമയം എനിക്ക് തരണം അല്ലേ? അത് വരട്ടെ. അപ്പം പിന്നെ എല്ലാം എന്താണ് തെളിയില്ലേ എന്താണ്. അപ്പോൾ ഈ അവിടെ ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ട് ഇത് ചെയ്തതാണോ, വ്യക്തിപരമായ താല്പര്യം കൊണ്ട് ചെയ്തതാണോ, അതോ ഇനി ആരെങ്കിലും പറഞ്ഞു ചെയ്യിപ്പിച്ചതാണോ? ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ ചിലർ അന്തം വിട്ട എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്തതാണോ ഒന്നും അറിയില്ല. പക്ഷേ ഇത് നമ്മൾ നിയമപരമായിട്ട് നേരിട്ടല്ലേ പറ്റൂ. തീർച്ചയായിട്ടും. കാരണം എൻ്റെ കരിയർ നശിപ്പിക്കുന്ന വിധത്തിലാണ്. ഈ ഡ്രസ്സ് മാറുന്ന സമയത്താണ് ഈ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതായത് ഇദ്ദേഹം ഷൂട്ട് ചെയ്തെന്നൊക്കെയാ പറയുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, മൊബൈലും കാര്യങ്ങളും എന്തായാലും പോലീസിനെ ഏൽപ്പിച്ചുണ്ടെന്ന് പറയുകയും ചെയ്യുന്നത് ആ ഫോണിലാ. ഏത് മൊബൈലാണ് എന്ന് വെച്ചാൽ ആ ഫോണിലാ ഡിലീറ്റ് ചെയ്താലും A to Z കാര്യങ്ങൾ തപ്പിയെടുക്കാൻ പറ്റും. അതെന്തായാലും കേരള പോലീസിന് സിമ്പിൾ ആയിട്ട് പറ്റുകയും ചെയ്യും. അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് ഫേക്ക് ന്യൂസും കാര്യങ്ങളും ആണെങ്കിൽ ഇവർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം. ഒരു മകളുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ആ കൊച്ചിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ആ കൊച്ചു സ്കൂളിൽ പോകേണ്ടതല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇവർക്കൊക്കെ വന്നിട്ട് എന്നെ പീഡിപ്പിച്ചു. എടാ ചിലപ്പം ഓക്കെ പരസ്പരം ഇഷ്ടമായിരിക്കാം, ആയി കാണുമായിരിക്കാം, അതിന്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ സംസാരമോ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും. ഇനി അതിന്റെ പേരിലാണോ എന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ എല്ലാവരും പെർഫെക്റ്റ് ആയിട്ട് പറയാമെന്നല്ല. ഇപ്പൊ കല്യാണം കഴിഞ്ഞ ഭൂരിഭാഗം കുറെ ആൾക്കാരും അല്ലാതെ റിലേഷൻസും കാര്യങ്ങളുമായിട്ടൊക്കെ പോകുന്ന കുറെ ആൾക്കാരുണ്ട്. അതുപോലെ ആവാം, നമുക്കൊന്നും അറിയത്തില്ല. അതുപോലെ ആവാം, എന്തായാലും പീഡിപ്പിക്കാൻ ചാൻസ് കുറവാണ്. കാരണം ഇത്രയൊക്കെ ചെയ്തെന്നൊക്കെ പറയുമ്പോൾ കുറെ ആൾക്കാർ ഡ്രസ്സ് എന്ന് പറയുന്നു, ചില ആൾക്കാർ പറഞ്ഞ് കുറേ വട്ടം പീഡിപ്പിക്കാൻ ശ്രമിച്ചു, അങ്ങനെയൊക്കെ. എന്തായാലും ഫോണും കാര്യങ്ങളൊക്കെ പോലീസിൻ്റെ കിട്ടുവാണെങ്കിൽ അവർക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം കുട്ടിയുടെ കാര്യമാണ്. ഇയാൾക്കൊരു പെൺകൊച്ചുള്ളയാണ്. ആ പെൺകുട്ടി ഇറങ്ങി നടക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം ആ കുട്ടിയുടെ അവസ്ഥ. സ്കൂളുകാർ കളിയാക്കും, കൂട്ടുകാർ കളിയാക്കും, അങ്ങനെയുള്ള വിഷയങ്ങളും കാര്യങ്ങളൊക്കെ. ഇദ്ദേഹം നിരപരാധിയാകുമ്പോൾ അത് ഈ സോഷ്യൽ മീഡിയ ആരെങ്കിലും ചർച്ച ചെയ്യുമോ? ഇല്ല. പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ വലിയ ന്യൂസാണ്. നിരപരാധിയാണെങ്കിൽ ആരും പറയത്തുമില്ല. അറിയാമല്ലോ ഇതിൻ്റെ കോൺസിക്വൻസ് എന്താവും നന്നായിട്ട് അറിയാം. ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവൻ എന്താവും കുറച്ച് കാലത്തേക്കെങ്കിലും. അവർക്ക് തന്നെ അറിയാം, എല്ലാ കാലത്തേക്കും പെട്ടില്ല. കാരണം ഇതിൻ്റെ സത്യാവസ്ഥ അവർക്കറിയാം. അപ്പം അവരെ കൊടുത്ത ആളിൻ്റെ മനസ്സാക്ഷിയോട് ചോദിക്കണം, ഞാൻ എന്ത് ലൈംഗിക അതിക്രമം നടത്തിയെന്ന് അവരെ മനസ്സാക്ഷിയോട് ചോദിക്കണം. അപ്പം എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വരട്ടെ. അല്ലാതെ ഞാനിപ്പോൾ എന്ത് പറയാൻ പറ്റില്ല, ഇല്ല ഞാൻ മുറവിളി കൂട്ടി വിളിച്ച് പറയണം അയ്യോ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ആരും വിശ്വസിക്കത്തില്ല. അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷെ വിശ്വസിക്കും എപ്പോഴെന്നറിയാമോ? ഈ കേസ് ലൈംഗിക അതിക്രമം എന്നുള്ള കേസ് കോടതി വഴി തെളിയുമ്പോഴും അവർ പറയുന്നത് ഇത് മൊബൈൽ ഷൂട്ട് ചെയ്യുന്ന ആ മൊബൈൽ വരുമ്പോഴും കറക്റ്റായി തെളിഞ്ഞിരിക്കും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. അതെ. ഇവിടെ ഉള്ള പ്രശ്നം എന്താണ്? ബിജു സോപാനോ എന്നൊരു വ്യക്തി നേരത്തെ പറഞ്ഞ ബാലു എന്ന ഒരു കഥാപാത്രം ചെയ്ത് പ്രേക്ഷകർ മനസ്സിലിടം പിടിച്ച ആൾ. നിങ്ങൾ ആ സെറ്റിൽ അത്രയും സൗഹൃദമായിട്ട് മുന്നോട്ട് പോയ ആളുകൾ അല്ലേ? ഒരു ഇപ്പം നേരത്തെ ഉണ്ണികൃഷ്ണൻ, അപ്പോൾ ഇതിനു മുമ്പ് ഉണ്ണികൃഷ്ണനുമായിട്ട് വിഷയം ഉണ്ടായി, ഈ പരാതി നൽകിയ സ്ത്രീയുമായിട്ട് വിഷയം ഉണ്ടായപ്പോൾ അന്ന് ഞാൻ വാർത്ത ചെയ്ത ഒരു വ്യക്തിയാണ് അല്ലേ? അതിനുശേഷം വീണ്ടും ഞാൻ സാറുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ഇല്ല, അന്ന് അവർക്കൊരു വിഷയം ഉണ്ടായപ്പോൾ ഞാൻ ഗുരുനാഥനാണ് എല്ലാ വിഷയം ഉണ്ടായത്. അന്ന് അത് എന്നെ ഉണ്ണികൃഷ്ണൻ മാറ്റിയത്. വീണ്ടും ഉണ്ണികൃഷ്ണൻ വരുന്നു. ഇതിനകത്ത് രണ്ട് റൂട്ടാണ് പറയുന്നത്. ഉണ്ണികൃഷ്ണൻ വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരറിവിൽ വിജു സോപാനും ഗുരുവെ പോലെ കാണുന്ന ഉണ്ണികൃഷ്ണൻ അല്ലേ? ഉണ്ണികൃഷ്ണൻ വന്ന് വിജു സോപാനും കൂടെ ഒന്നിച്ചു നിന്നുകൊണ്ട് ആ പരാതിക്കാരിക്കെതിരെ ഒരു നീക്കം നടത്തിയെന്നൊരു ആരോപണം വരുന്നുണ്ട്. രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ആരോപണം വരുന്നു. അങ്ങനെ നീക്കം നടത്തിയപ്പോഴാണ്, ഒരു ആരോപണം വന്നപ്പോഴാണ് ലൈംഗിക അതിക്രമമായി. നിങ്ങൾക്ക് മനസ്സിലായി കാണും ആരാണെന്നുള്ള വ്യക്തിയും കാര്യങ്ങളൊക്കെ. വിവരം ഉള്ളവർക്ക്, ബുദ്ധിയുള്ളവർക്ക് അത് മനസ്സിലായി കാണും. ഈ ഉണ്ണികൃഷ്ണൻ എന്നൊക്കെ പറയുന്ന ആൾക്ക് പരാതിയൊക്കെ കൊടുത്തൊരു വ്യക്തിയാണ്. ഓക്കെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ സത്യം പറഞ്ഞാലാ? ഓക്കെ.
അങ്ങനെ ഒരു വിക്ടിമിന്റെ പേരെടുത്ത് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത് പുറത്തു വിടാത്തത്. പെണ്ണുങ്ങളുടെ കാര്യമാണെങ്കിൽ അറിയാലോ, ഒട്ടും പറയാൻ പറ്റത്തില്ല. പെണ്ണുങ്ങളുടെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ. അതാണ് സത്യത്തിൽ ഇവിടുത്തെ ഏറ്റവും വലിയൊരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. അത് വെച്ച് മുതലാക്കുന്ന ചില പെണ്ണുങ്ങളുണ്ട്. ഓക്കെ, ഈ കേസും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം. കാരണം നിരപരാധിയായിട്ടുള്ള നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര ആൾക്കാർ മുമ്പിലാണ്. ജീവിതം ഒന്നേ ഉള്ളൂ, ഒറ്റ ജീവിതമേ ഉള്ളൂ. ആ ജീവിതത്തിൽ തന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണ്. മറ്റുള്ള നമ്മളിപ്പം ഓക്കെ വെള്ളം ഒതിപ്പിച്ച് കിടക്കുന്ന സമയത്താണെങ്കിലും ഓരോ പെണ്ണുങ്ങളുടെ ശാപമായിരിക്കും. ഓരോരുത്തരുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ട് അവനിങ്ങനെ കിടക്കുന്നതെന്ന് പറയിപ്പിക്കരുത്. ഞാനൊരു കാര്യം പറയാം, ഇപ്പം എൻ്റെ ലൈഫിലാണ് ഓക്കെ ഞാനിപ്പോൾ ഒരാളുമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, 1 അല്ല 2 അല്ല 3 അല്ല, ഓക്കെ ഞങ്ങൾ ആ ഒരു ഇത് ആ വ്യക്തി ഞാനൊരു ബ്രേക്കപ്പ് ആയി എന്ന് വെക്കുക, ആ വ്യക്തി കൊണ്ടിട്ട് ഇതുപോലെ കേസ് പറയുകയാണെങ്കിൽ ഉറപ്പാണ് ഞാനത് ഇപ്പം എന്നെ അറസ്റ്റ് ചെയ്താലും എൻ്റെ സത്യാവസ്ഥ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അത് ഏറ്റവും കാര്യങ്ങൾ ഞാൻ സംസാരിക്കും. പിന്നെ എന്തുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു അതും കറക്റ്റായിട്ട് അവിടെ സംസാരിക്കുകയും ചെയ്യും. എനിക്ക് എന്താ പറയണ്ടേ, എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുവാണെങ്കിൽ ഞാനൊക്കെ എന്താ പറയണ്ടേ, നമ്മളെ അമ്മമാരെ ബോധിപ്പിച്ചാൽ മാത്രം മതി. എനിക്ക് ആ ഒരു മൈൻഡ് മാത്രമേ ഉള്ളൂ. നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് കേൾക്കാം. ലൈംഗിക അതിക്രമ കേസുമായി മുന്നോട്ട് പോയി. ഇവിടെയുള്ള വിഷയം 2 പേർക്കെതിരെയാണ് അല്ലേ? 2 പേർക്ക്, നിങ്ങൾ അതിനകത്തുണ്ടായിരുന്നു, ശ്രീകുമാറും ഉണ്ട്. അവൻ സെറ്റിൽ വാതുറന്ന് സംസാരിക്കില്ല. അവൻ സ്ക്രിപ്റ്റ് പഠിക്കാൻ വേണ്ടി മാത്രമേ വാതുറക്കുള്ളൂ. ആരെ കാലത്ത് ഇടപെടാൻ പോകുന്നത് എവിടെയെങ്കിലും പോയിരിക്കുന്ന ഒരുത്തരാണ്. 2 പേർക്കെതിരെയാണ് ഇത്. അപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ രംഗത്ത് വരികയും ഭാര്യ കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു. അതിനുശേഷം ഭാര്യയെ പറഞ്ഞിട്ട് ഞാൻ വരുന്നുണ്ട്, ഒരു വരവും കൂടെ വരുമെന്ന് പറഞ്ഞിട്ടാണ്, അത് ആർജവത്തോടുകൂടി പറഞ്ഞിട്ടാണ്. അപ്പം ഒരു ഭർത്താവിന് ഒരു സ്ത്രീ ഒരു ഭാര്യ കൊടുത്ത ഒരു ബലമാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും ഒരു ഭർത്താവ് ഏറ്റവും മോശപ്പെട്ട ഒരു ഭർത്താവാണെങ്കിൽ ഒരിക്കലും ആ സ്ത്രീ കൂടെ നിൽക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. ആരും നിൽക്കില്ല. ഒരു ഭാര്യ ഒരു തെറ്റാ വഴിക്കുകയോ ഭർത്താവും കൂടെ നിൽക്കില്ല, ഭർത്താവ് തെറ്റാ വഴിക്കുക ഭാര്യയും കൂടെ നിൽക്കില്ല. പിന്നെ ആ ഒരു റൂട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഒന്നും അല്ലാത്തവനായിരിക്കണം അവർക്ക് കൂടെ നിൽക്കുള്ളൂ. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നേരത്തെ വിചേട്ടൻ പറഞ്ഞ പോലെ ഞാൻ വൈകിയത് കാരണങ്ങൾ വ്യക്തമായി. നിങ്ങൾ തമ്മിൽ ഈഗോ വിഷയങ്ങൾ, ഈ വീണ്ടും ഇത് തുടങ്ങുമ്പോൾ ഈഗോ വിഷയങ്ങൾ അവിടെ വലിയ രീതിയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ അത് നിരസിക്കും. വിഷയത്തിലൊക്കെ ഇങ്ങനെയൊക്കെയാണോ കാണിക്കുന്നത്? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്ത് തോന്നിയവാസമാണ്. ഇത്രയും നാളും കൂടെ നിന്നിട്ട് ഞാനൊന്നും പറയുന്നില്ലേ എന്റെ കൃഷ്ണ. അപ്പൊ ഇതൊക്കെ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അല്ലേ? എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ ജനങ്ങൾക്ക് ഇപ്പോൾ കുറെയൊക്കെ മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ചെയ്തൊരു വ്യക്തിയായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അറസ്റ്റും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നേ. അതിപ്പോ വേറെ ലെവലിൽ ഈ കേസ് പോവുകയും ചെയ്താൽ ഇവർക്ക് അറസ്റ്റും ഉണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. ഇവരുടെ ഫോൺ, ഇവർ ഏതൊക്കെ ഫോൺ യൂസ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം പോലീസിന്റെ കയ്യിലുണ്ട്. ഇവർ തെറ്റുകാരായിരുന്നെങ്കിൽ ഇവരിപ്പോൾ അകത്ത് കടന്നാനേ. ഓക്കെ, എന്തായാലും ഓൾമോസ്റ്റ് ആ കേസും കാര്യങ്ങളൊക്കെ സെറ്റായി എന്നുള്ള രീതിയിലായി വരുന്നു എന്നുള്ള രീതിയിൽ അറിയുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ആരാണെന്ന് തോന്നുന്നു വെച്ചാൽ ആ വ്യക്തിയുടെ പേര് ധൈര്യമായിട്ട് കമന്റ് ഇടാം. കമന്റ് ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ് ഒക്കെ ചെയ്യാം. ബൈ, ലവ് യു ഓൾ. എനിക്ക് എന്തായാലും ഇദ്ദേഹം പറയുന്നത് ജെന്യുവൻ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയുക. തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക. ബൈ, ലവ് യു ഓൾ.